Yes, welcome to another Power Electronic class of Big Learning. അപ്പോൾ ഇത് നമ്മൾ 15th ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്കലി ഇൻവേർട്ടേഴ്സിനെ പറ്റിയാണ് കേട്ടോ. ഇൻവേർട്ടേഴ്സ്. സോ ഇതിൽ സീരീസ് ആൻഡ് പാരലൽ ഇൻവേർട്ടേഴ്സ് ആണ് നമ്മൾ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും 3 ഫേസ് ഇൻവേർട്ടേഴ്സും അതേപോലെ മറ്റുള്ള ടൈപ്പ് ഇൻവേർട്ടേഴ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മാത്രമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സീരീസ് ആൻഡ് പാരലൽ ഇൻവേർട്ടേഴ്സും അതർ ടൈപ്പ് ഓഫ് ഇൻവേർട്ടേഴ്സ് ലൈക്ക് സിംഗിൾ ഫേസ് 3 ഫേസ് അതെല്ലാം. ബേസിക്കലി എന്താണ് ഒരു ഇൻവേർട്ടർ? ഒരു ഇൻവേർട്ടറിന്റെ ജോലി എന്താ? ബൈ ഡെഫിനിഷൻ ഇൻവേർട്ടർ DC പവറിനെ AC പവറിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പവറാണ്, അല്ലാതെ വോൾട്ടേജോ കറണ്ടോ അല്ല. ഇപ്പോൾ DC വോൾട്ടേജിന് AC വോൾട്ടേജിലേക്ക് എന്ന് പറയുന്നത് ശരിയല്ല, DC കറണ്ടിന് AC കറണ്ടിലേക്ക് എന്ന് പറയുന്നതും ശരിയല്ല. ശരിക്കും DC പവറിനെ AC പവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിനാണ് നമ്മൾ ബേസിക്കലി ഇൻവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി ഇത് നമ്മൾ SCR വെച്ച് IGBT വെച്ചൊക്കെയാണ് ഉണ്ടാക്കാറ്. നോർമലി 3 പവർ റേറ്റിംഗിലേക്ക് നമുക്ക് ഇതിനെ തരംതിരിക്കുകയാണെങ്കിൽ ലോ പവർ ഇലക്ട്രിക്കൽ സർക്യൂട്ട്, അതേപോലെ തന്നെ മീഡിയം പവർ, അതേപോലെ തന്നെ ഹൈ പവർ സർക്യൂട്ട്. അപ്പോൾ ഇതിൽ ലോ പവർ ആണെങ്കിൽ നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ മോസ്ഫെറ്റ് ഒക്കെയാണ് ഇൻവെർട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന. സ്വിച്ചിങ് മീഡിയം പവർ ആണെങ്കിൽ നമ്മൾ പവർ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാറുണ്ട്. പവർ ട്രാൻസിസ്റ്റർ, അതേപോലെ തന്നെ നമ്മൾ SCR ഉപയോഗിക്കും. ഹൈ പവറിനാണ് IGBT അല്ലെങ്കിൽ IGCT തുടങ്ങിയ ഹൈ പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്വിച്ചിങ് സർക്യൂട്ടുകളൊക്കെ. അപ്പം ഇതിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ബേസിക്കലി എന്താണ്? എഴുതിയിരിക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സ്വിച്ചിങ് ഡിവൈസസ് ആണ്. നിങ്ങൾക്കറിയാം, ഒരു സ്വിച്ചിങ് ഡിവൈസ് ഇല്ലാതെ നമുക്ക് ഇൻവേർട്ട് ചെയ്യാൻ പറ്റില്ല. സ്വിച്ചിങ് ഡിവൈസസ്. അപ്പോൾ SCR വെച്ച് മാത്രമേ നമുക്ക് ഇൻവേർട്ടർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നില്ല. നമുക്ക് മോസ്ഫെറ്റ് ഉപയോഗിച്ചും IGBT ഉപയോഗിച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കാം. യെസ്. പിന്നെ മോസ്റ്റ്ലി ഇതൊക്കെ സ്വിച്ചിങ് ഡിവൈസസ് ആണ്, അല്ലെങ്കിൽ ഇതിനെയൊക്കെ സ്വിച്ച് ചെയ്യണം. അതായത് സ്വിച്ച് ഓൺ ചെയ്യേണ്ടി വരും, സ്വിച്ച് ഓഫും ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ബേസിക്കലി പവർ ഇലക്ട്രോണിക്സിൽ എന്താ പറയുക, ട്രിഗറിങ് എന്ന് പറയും. സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനെ നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയും. ഇതിൽ കമ്മ്യൂട്ടേഷൻ ടെക്നിക്സ് നോക്കുകയാണെങ്കിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാറ്, കമ്മ്യൂട്ടേഷൻ ചെയ്യാറ്. അപ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററും ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് വളരെ കുറവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോഴ്സ് കമ്മ്യൂട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ തന്നെ പലതായി തിരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ക്ലാസ് A ഉണ്ട്, ക്ലാസ് B ഉണ്ട്, ക്ലാസ് C ഉണ്ട്, അല്ലെങ്കിൽ ഓക്സിലറി കമ്മ്യൂട്ടേഷൻ ഉണ്ട്, ക്ലാസ് B ലോഡ് കമ്മ്യൂട്ടേഷൻ ഉണ്ട്, ക്ലാസ് C എന്നെല്ലാം പറഞ്ഞ ഒരുപാട് ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ടൈപ്പ് ഇൻവേർട്ടേഴ്സിലും എങ്ങനെയാണ്, എന്തൊക്കെ കമ്പോണൻ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈക്ക് കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ അതൊരു ടൈപ്പാണ്, ഇൻഡക്ടർ ഉണ്ടെങ്കിൽ അത് മറ്റൊരു ടൈപ്പാണ്. ഇനി കോംപ്ലിമെൻ്ററി ആയിട്ടാണ് തൈറിസ്റ്റുകൾ കണക്ട് ചെയ്ത് നമ്മൾ ഇൻവേർട്ട് ചെയ്യുന്നതെങ്കിൽ അത് മറ്റൊരു ടൈപ്പാണ്. ഏതാണ്? ക്ലാസ് C ആണ്, അല്ലേ, ഓക്സിലറി. അപ്പോൾ ഏത് കമ്മ്യൂട്ടേഷൻ ആണ് നമ്മൾ ഇൻവേർട്ടറിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അത് എന്ത് ടൈപ്പ് ഇൻവേർട്ടർ ആണ് എന്ന് സ്പെസിഫൈ ചെയ്താൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ആയിരിക്കും. ഓക്കെ. അപ്പം ഇൻവേർട്ടേഴ്സിനെ ടൈപ്പ് ഓഫ് കണക്ഷനെ ബേസ് ചെയ്ത് രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതൊന്ന് സീരീസ് ഇൻവേർട്ടറും വേറൊന്ന് പാരലൽ ഇൻവേർട്ടറും ആണ്. അപ്പോൾ ഇതൊരു ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്, ടൈപ്പ് കേട്ടോ. സീരീസ് ഇൻവേർട്ടർ, പാരലൽ ഇൻവേർട്ടർ. അപ്പോൾ എന്തിനെ ബേസ് ചെയ്താണ് ഇതിനെ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഇസ്
classified based on how the commutating element is connected. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേറ്റ് ചെയ്യിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്, ട്രിഗർ ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ്. കമ്മ്യൂട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന എലമെന്റുകൾ അത് എന്തൊക്കെയാവാം? ഈ എലമെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി രണ്ടാൾക്കാരാവും. ആയിരിക്കാം? ഇറ്റ് കുഡ് ബി എ കപ്പാസിറ്റർ ഓർ ഇറ്റ് കുഡ് ബി എൻ ഇൻഡക്ടർ, അല്ലേ? അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്, രണ്ടും ആകാം. അപ്പോൾ ഈ കപ്പാസിറ്ററും ഇൻഡക്ടറും ഒക്കെ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ലോഡിന് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് നമ്മൾ സീരീസ് ഇൻവെർട്ടർ, പാരലൽ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സീരീസ് ഇൻവെർട്ടറിന്റെ ഡയഗ്രം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് ടൈപ്പ് കമ്മ്യൂട്ടേഷൻ ആണ്, അല്ലേ? അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് നമ്മൾ എങ്ങനെയാണോ ക്ലാസ് എ ക്ലാസ് ബി കമ്മ്യൂട്ടേഷനിൽ അല്ലെങ്കിൽ RLC കമ്മ്യൂട്ടേഷൻ അതല്ലെങ്കിൽ റെസൊനന്റ് കമ്മ്യൂട്ടേഷൻ ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? ഇവിടെ എഴുതാം റെസൊനന്റ് കമ്മ്യൂട്ടേഷൻ. അല്ലെ ലോഡ് കമ്മ്യൂട്ടേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇവിടെ ഈ കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ്സ് ഈ ആറും എല്ലും സിയും ആണ്. ആർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ലോഡാണ്, എല്ലും സിയും ആണ്, LC സർക്യൂട്ടാണ്, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞ ഒരു LC ടാങ്ക് സർക്യൂട്ടാണ് ഇതിനെ കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് കണക്ട് ചെയ്തിരിക്കുന്നത് തമ്മിൽ സീരീസ് ആയതുകൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ലോഡിന് സീരീസ് ആയിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെ? എല്ലും സിയും. അതുകൊണ്ടാണ് ഇതിന് സീരീസ് ഇൻവെർട്ടർ എന്ന് പേര് വരാനുള്ള കാരണം. അപ്പൊ നമ്മൾ ക്ലാസ് ബിയിലും ക്ലാസ് സിയിലൊക്കെ നമ്മൾ പഠിച്ച പോലെ തന്നെ, ക്ലാസ് എയിലൊക്കെ പഠിച്ച പോലെ തന്നെ ഇതിന്റെ കമ്മ്യൂട്ടേഷൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നോർമലി ഇതിന് 3 മോഡുകളാണുള്ളത്. 3 മോഡ്സ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. സോ ദാറ്റ് ഈസ് മോഡ് 1, അതേപോലെ തന്നെ മോഡ് 2, മോഡ് 3, ഇങ്ങനെ 3 മോഡുകളാണുള്ളത്. അപ്പൊ മോഡ് 1ലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള റെസൊനന്റ് കമ്മ്യൂട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഒരു അസംഷൻ ഉണ്ട്. എന്താ അസംഷൻ? എന്തായിരുന്നു? അസ്യൂമിങ് ദാറ്റ് the capacitor is എന്താണ്? റിവേഴ്സ്ലി അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, കപ്പാസിറ്റർ നെഗറ്റീവ് പൊളാരിറ്റിയിൽ ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ഇത് മുഴുവൻ തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ VCന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അത് ബാറ്ററി പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളെങ്കിലും ആ പ്ലേറ്റിന്റെ ചാർജ് നെഗറ്റീവ് കൊടുക്കാനുള്ള കാരണം. ഇപ്പൊ യൂഷ്വലി തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ VS ആണ് സോഴ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് VS ഈക്വൽ ടു -VC എന്ന് പറയുന്ന ലെവലിലാണ് ഇതിന്റെ ചാർജിങ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. VS ലെവലിലേക്ക് ചെയ്യണം എന്നൊന്നുമില്ല, ബട്ട് VS ലെവലിലുള്ള റേറ്റിംഗുള്ള കപ്പാസിറ്റർ ഇടണം എന്നുള്ള കാര്യം നിർബന്ധം. അപ്പൊ ഇതിന്റെ മോഡ് 1 എങ്ങനെയാണ്? ഒരു ടാങ്ക് ഓപ്പറേഷൻ ആണ് ജനറലി. അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ ഇൻഡക്ടറും കപ്പാസിറ്ററും എന്ത് ചെയ്യും? കറണ്ട് സ്റ്റോർ ചെയ്യും, അല്ലെ? അപ്പൊ മോഡ് 1ന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ തൈറിസ്റ്റർ T1നെ ട്രിഗർ ചെയ്യും. T1നെ ട്രിഗർ ചെയ്യും, T2നെ നമ്മൾ ട്രിഗർ ചെയ്യുന്നില്ല. അപ്പൊ T2 ഓഫ് ആയിരിക്കുകയാണ്, നിങ്ങളുടെ T1 ഓൺ ആയിരിക്കുകയാണ്. അപ്പൊ T1 ഓൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകും, അല്ലെ? I എന്ന് പറയുന്ന കറണ്ട്, IS എന്ന് പറയുന്ന കറണ്ട് അതിലെ ഫ്ലോ ചെയ്യും. ആ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നേരെ നമ്മുടെ കപ്പാസിറ്ററിലേക്കാണ് പോകുന്നത്. അപ്പം കപ്പാസിറ്റർ, ഇൻഡക്ടർ, ലോഡ് വഴി ഒരു കറണ്ട് എന്തായാലും പാസ് ചെയ്തു പോകും. പക്ഷെ കപ്പാസിറ്ററിൽ സംഭവിക്കുന്ന കാര്യം എന്തായിരിക്കും? കപ്പാസിറ്ററിന് കിട്ടുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള കറണ്ടാണ്. കപ്പാസിറ്ററിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഓൾറെഡി റിവേഴ്സ് പൊളാരിറ്റിയിൽ ചാർജ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് അതുള്ളത്. -5 എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യലിലാണ് നമ്മൾ കപ്പാസിറ്റർ ചാർജ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മളൊരു +10 വോൾട്ട് അതിനകത്തേക്ക് നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നടക്കും? ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ കുറഞ്ഞു വരും, അല്ലേ? -4
-3 അങ്ങനെ 0 എത്തും. പിന്നെ 1, 2 എന്ന് പറഞ്ഞ് കപ്പാസിറ്ററിന്റെ വാല്യൂ പോസിറ്റീവിലേക്ക് കൂടും. കാരണം നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അതിന്റെ കയ്യിലിരിക്കുന്ന വോൾട്ടേജിനേക്കാളും കൂടുതലാണ്, വളരെ കൂടുതലാണ്. അപ്പോൾ മൈനസ് ഉള്ളത് പതിയെ എങ്ങോട്ട് വരും? 0യിലേക്ക് എത്തും. പിന്നെ 0 ഉള്ളത് +1, 2, 3 എന്ന് പറഞ്ഞ് മാറും. അപ്പൊ ആ സമയത്ത് എന്താ നടക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇതിന്റെ പൊളാരിറ്റി മാറും. അപ്പൊ ഇപ്പൊ -+ ആണെങ്കിൽ ഇവിടെ +-ലേക്ക് ഇതിന്റെ പൊളാരിറ്റി മാറും. ഓക്കെ, പൊളാരിറ്റി മാറും എന്ന് മാത്രമല്ല, ഈ ഇൻഡക്ടർ അതിന്റെ കയ്യിൽ ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കും. ഈ സെയിം എമൗണ്ട് ഓഫ് VS തന്നെ ഇൻഡക്ടറിന്റെ കയ്യിലും ഉണ്ടാവും. ഇപ്പൊ അല്പനേരം കഴിഞ്ഞപ്പോൾ നമ്മൾ കപ്പാസിറ്ററിന്റെ കയ്യിലും +VS ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടി ചേർന്ന് ഒരു +2VC അല്ലെങ്കിൽ +2VS എന്ന് പറയുന്ന ചാർജ് ഈ കപ്പാസിറ്ററിന് കിട്ടും. സോ അല്പസമയം കഴിയുമ്പോൾ കപ്പാസിറ്ററിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? 2VS ആണെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ 2VS കിട്ടിയത് എങ്ങനെയാണ്? അതിന്റെ ടാങ്ക് സർക്യൂട്ട് ഫങ്ഷനിലായതുകൊണ്ടാണ്. ഇൻഡക്ടറിന്റെ ചാർജും ഇൻഡക്ടർ എന്ത് ചെയ്യും? കപ്പാസിറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മളുടെ തൈറിസ്റ്റർ ആക്ച്വലി റിവേഴ്സ് ബയസ് ആയി പോകും. കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ ശക്തമായിട്ടുള്ള പോസിറ്റീവും ശക്തമായിട്ടുള്ള നെഗറ്റീവും കിട്ടുകയാണ്. എവിടെ? സപ്ലൈനേക്കാളും വലിയ ഒരു പ്ലസും മൈനസും ആണ് T1 കിട്ടുന്നത്. അപ്പൊ ഇത് 10 വോൾട്ട് ആണെങ്കിൽ 10 വോൾട്ടിന്റെ പ്ലസും മൈനസും ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഈ +-10 വോൾട്ട് ആണ്. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ഈ -+ എന്ന് പറയുന്നത് 20 വോൾട്ടാണ്, നേരെ തലതിരിഞ്ഞ് വന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ T1 എന്തായി പോവും? ഓഫായി പോവും, അല്ലെങ്കിൽ കമ്മ്യൂട്ടഡ് ആവും. ഓക്കെ, അപ്പൊ T1 ഓഫായി കഴിഞ്ഞാൽ പിന്നെ ഈ VS എന്ന് പറയുന്ന സപ്ലൈയിൽ നിന്ന് കറണ്ട് ഒന്നും പുറത്തേക്ക് പോകുന്നില്ല. പക്ഷെ അപ്പോഴും ലോഡിന് കറണ്ട് കിട്ടും. എങ്ങനെയാ ലോഡിന് കറണ്ട് കിട്ടുന്നത്? ലോഡിന് കറണ്ട് കിട്ടുന്നത് ആ കപ്പാസിറ്റർ അതിന്റെ കയ്യിലുള്ള ഈ 2VS എന്ന് പറയുന്ന ചാർജ് എന്ത് ചെയ്യുക? ഡിസ്ചാർജ് ചെയ്യാം. അപ്പൊ കപ്പാസിറ്ററിന്റെ പൊളാരിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുകളിലത്തെ പ്ലേറ്റ് പോസിറ്റീവും താഴത്തെ പ്ലേറ്റ് നെഗറ്റീവും ആണ് അല്ലേ? യെസ്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു T2നെ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, സോ ദാറ്റ്സ് വാട്ട് വി കോൾ മോഡ് 2. മോഡ് 2ല് നോ കറണ്ട് ഫ്ലോ. ഇനി നമ്മൾ മോഡ് 3 എന്ന് പറഞ്ഞാൽ നമ്മൾ T2നെ ട്രിഗർ ചെയ്യും. അപ്പൊ T2നെ നമ്മൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കപ്പാസിറ്ററിനെ ഡിസ്ചാർജ് ചെയ്യാൻ ഒരു വഴിയായി അല്ലേ? പക്ഷെ അതെങ്ങനെ ഡിസ്ചാർജ് ചെയ്യാം? ഈ ഡയറക്ഷനിലാണ് അതിന് ഡിസ്ചാർജിങ് വരിക. റൈറ്റ്. അപ്പൊ നേരത്തെ ലോഡിലൂടെ കറണ്ട് പോയിരുന്നത് എങ്ങനെയായിരുന്നു? ഈ ഡയറക്ഷനിലായിരുന്നു അല്ലേ? ഇപ്പോൾ കറണ്ട് പോകുന്നത് എങ്ങനെയാ? ഈ ഡയറക്ഷനിലേക്കാണ്. അപ്പൊ അങ്ങനെ കപ്പാസിറ്റർ അതിന്റെ കയ്യിലുള്ള ചാർജ് മുഴുവനും കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ചെയ്ത് കളയാണ്. അപ്പൊ കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ചെയ്ത് കളയുന്ന സമയത്ത് കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് വെൻ C=0 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ T2 എന്തായി പോവും? നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ ഓഫ് ആയി പോകും അല്ലേ? T2 തന്നെ ഓഫ് ആയി പോകും. കപ്പാസിറ്ററിന്റെ കയ്യിൽ ചാർജ് ഇല്ലെങ്കിൽ പിന്നെ ഒരു പരിധിയിലുള്ള ഹോൾഡിംഗ് കറണ്ടിലും താന്നുള്ള കറണ്ടാണ് അതിൽ പോവുക. സോ ദാറ്റ് T2 വിൽ ബി ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റഡ്. പിന്നെ വീണ്ടും നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും T1 ഓൺ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, ഇവിടെ ഞാൻ വരച്ചിട്ടുള്ള ഈ ഒരു ആരോ മാർക്ക് കണ്ടില്ലേ? അപ്പൊ ഇത് കണ്ടില്ലേ, താഴേക്കും മുകളിലേക്കും, അതായത് രണ്ട് ഡയറക്ഷനിലുള്ള കറണ്ട് നമ്മളിവിടെ ഈ ഒരു ലോഡിലൂടെ കടത്തി വിട്ടു. ഇപ്പൊ രണ്ട് ഡയറക്ഷനിലുള്ള കറണ്ടിനെ തന്നെയാണ് നമ്മൾ നോർമലി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC എന്ന് പറയുന്നത്. ഈ ഒരു സർക്യൂട്ടിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് പ്യുവർലി ബാറ്ററി ആണ്, അതായത് DC ആണ്. നമുക്കിവിടെ ഔട്ട്പുട്ടിൽ കിട്ടിയിരിക്കുന്നത് AC ആണ്. അപ്പൊ അങ്ങനെയാണ് DC നിന്ന് AC-യിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിനെ സീരീസ് ഇൻവേർട്ടർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇത് അതിന്റെ 3 മോഡും അതേപോലെ തന്നെ അതിന്റെ വേവ് ഫോംസും ഇതിനകത്ത് കാണിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതില് ഈ മോഡ് 2 എന്ന് പറയുന്ന പോർഷൻ നോക്കുക. മോഡ് 2 എന്ന് പറയുന്ന പോർഷനിൽ പ്രത്യേകിച്ച് ഔട്ട്പുട്ട് കറണ്ട് ഒന്നും കിട്ടുന്നില്ല. എന്നിരുന്നാലും ഇതിന്റെ ഫ്രീക്വൻസി നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഒരു ഹാഫ് സൈക്കിൾ, ഇതാ ഇവിടെ ഒരു ഹാഫ് സൈക്കിളും ഇവിടെ ഒരു അടുത്ത ഹാഫ് സൈക്കിളും കിട്ടിയതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇക്വാലന്റ് ടു എ DC, സോറി AC അല്ലേ? യെസ്.
ഇത് ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്, ഇത് കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കപ്പാസിറ്റർ മൈനസിലാണ് ചാർജ് ചെയ്ത് വെക്കുക, അത് പ്ലസ് വോൾട്ടേജ് കിട്ടി പ്ലസ് വി എസ് വരെ ചാർജ് ആവും. അവിടുന്ന് ഇൻഡക്ടറിന്റെ കയ്യിലുള്ളതും കൂടി വാങ്ങിക്കഴിയുമ്പം അതിൻ്റെ കയ്യിൽ എത്ര കിട്ടും? +2 VS എന്ന് പറയുന്ന ചാർജിലേക്ക് അത് ട്രേസ് ആവും. ഓക്കെ, സോ ഇവിടെ ഔട്ട്പുട്ട് കറണ്ട് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലോഡ് 0 വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ബിക്കോസ് ഔട്ട്പുട്ട് നേരെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ലോഡിലേക്കാണല്ലോ. അപ്പോൾ ഈ 3 മോഡുകൾ ഓർക്കുക. മോഡ് 2വിനകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് പഠിക്കേണ്ടത്. മോഡ് 1ൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡയറക്ഷനിലേക്കുള്ള ഒരു ഹാഫ് സൈക്കിൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇനി അടുത്ത മോഡ് 3ലാണ് അടുത്ത ഹാഫ് സൈക്കിൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക്കലി സീരീസ് ഇൻവേർട്ടറിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. DC ബാറ്ററി ഉപയോഗിച്ചിട്ട് നമ്മൾ AC ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മോഡ്സ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കറണ്ടിൻ്റെ ഫ്ലോ ഒക്കെ എങ്ങനെയാണ്, ഫാസ്റ്റ് എങ്ങനെയാണ് ചാർജ് ആവുന്നതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ സമയം പോലെ വായിച്ചു നോക്കുക. ഇനി ഇതിൻ്റെ ഈ മോഡ് 2 എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, മോഡ് 2ൽ ഒന്നും നടക്കാത്തത് കൊണ്ട് ഇതിനെ നമ്മൾ ഡെഡ് സോൺ എന്നാണ് വിളിക്കാറ്. ഡെഡ് സോൺ. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് നമ്മളുടെ സീരീസ് ഇൻവെർട്ടർ. ഇനി പാരലൽ ഇൻവെർട്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കപ്പാസിറ്റർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് പാരലായിട്ടാണ് അല്ലേ? ഇവിടെയാണ് നിങ്ങൾക്ക് കപ്പാസിറ്റർ കാണാൻ പറ്റുക. കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇൻപുട്ട് എന്ന് പറയുന്നത് ബാറ്ററിയാണ്, DC ആണ്. അപ്പോൾ അതിൽ VS ആണ് ഇപ്പോൾ കറൻ്റ്ലി അതിൻ്റെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത്. അതൊരു സ്റ്റെബിലൈസിങ് ഇൻഡക്ടറിലൂടെ, അതായത് കറണ്ടിൻ്റെ സ്റ്റഡി ഔട്ട്പുട്ട് ഉറപ്പുവരുത്താൻ വേണ്ടി ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡക്ടറാണത്. ആ ഇൻഡക്ടറിലൂടെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു തൈറിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ 2 തൈറിസ്റ്റേഴ്സ് ഉണ്ട്, 2 SCRs ഉണ്ട്. ഒന്ന് T1 ആണ്, വേറൊന്ന് T2 ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരെണ്ണം മെയിൻ തൈറിസ്റ്റ്, മറ്റൊന്ന് ഓക്സിലറി ആണ്. അപ്പോൾ T1 എന്ന് പറയുന്ന തൈറിസ്റ്റർ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സ്വിച്ച് ഓൺ ചെയ്യുന്നു. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ കപ്പാസിറ്റർ പ്രീ ചാർജിലായിരിക്കണം. ആ പറഞ്ഞ കാര്യങ്ങളിലൊന്നും യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ തൈറിസ്റ്റർ 1 ഓൺ ആയി കഴിഞ്ഞാൽ കറണ്ടിന് പുറത്തുകൂടി വരയ്ക്കാം. ഇതാ ഇങ്ങനെ ഒരു വഴി കിട്ടുകയാണ് അല്ലേ? ഇങ്ങനെ ഒരു വഴി കിട്ടുകയാണ്. പിന്നെ അത് ഈ ഔട്ട്പുട്ട് സെക്ഷനിലേക്ക് പോകുന്നു. ഔട്ട്പുട്ട് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രാൻസ്ഫോമറാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. സോ പാരലൽ ഇൻവെർട്ടർ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ AB എന്ന് പറയുന്ന കോയിലിനെ 2 കോയിലുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്ന പോലെ AB എന്ന് പറയുന്ന കോയിലിനെ AO എന്നും OB എന്നും പറഞ്ഞ് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലിറ്ററലി ഇപ്പം കറണ്ട് ഇവിടെ എത്തി. സോ കറണ്ട് ഇതിലെ പാസ് ചെയ്ത് AOയിലൂടെ പാസ് ചെയ്ത് ഈ വഴിയിലൂടെ വരും അല്ലേ? ദിസ് വേ. അപ്പം ഇങ്ങനെ വന്ന് നേരെ നെഗറ്റീവിലേക്ക് കയറും. സോ അതാണ് അതിൻ്റെ പാത്ത്. സോ അതിൻ്റെ പാത്ത് മാത്രമായിട്ട് ഞാനൊന്ന് വരയ്ക്കാം. ജസ്റ്റ് ലൈക്ക് ദിസ്. യെസ്. അപ്പോൾ ആ സെൻട്രൽ ടാപ്ഡ് പോയിന്റ് Oയിൽ നിന്ന് കറണ്ട് വേറെ ഡയറക്ഷൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ B എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിയിട്ട് അതിനെങ്ങോട്ടും പോകാനില്ല. ബിക്കോസ് യുവർ T2 ഈസ് ഓഫ്. T2 ഇപ്പം നമ്മൾ ഓഫാക്കി വെച്ചിരിക്കുന്നു. സോ ദാറ്റ് ഇതിലെ ഒരു പാത്തില്ല, ഒരു വഴിയില്ല. അപ്പം അതുകൊണ്ട് മുഴുവൻ കറണ്ടും Oയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പം ഈ സമയത്ത് നമ്മളുടെ കപ്പാസിറ്റർ ഇനിഷ്യലി മൈനസിലാണ് ചാർജ് ആയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതെന്ത് ചെയ്യും? പ്ലസ്സിലേക്ക് ചാർജ് ആവും. സോ ദാറ്റ് ഈ AO എന്ന് പറയുന്ന ഒരു ഇൻഡക്ടറാണ് അല്ലേ? AO എന്ന് പറയുന്നത് ഒരു ഇൻഡക്ടറാണ്, അറ്റ് ദ സെയിം ടൈം ഒരു ട്രാൻസ്ഫോമറിൻ്റെ കോയിലുമാണ്. ഇതാ ഈ ഒരു ഭാഗം. അതൊരു ഇൻഡക്ടർ ആയതുകൊണ്ട് അത് കൺസ്യൂം ചെയ്ത് വെച്ചിട്ടുള്ള വോൾട്ടേജ് ആർക്ക് കൈമാറും? കപ്പാസിറ്ററിന് കൈമാറും. നമ്മൾ ടാങ്ക് സർക്യൂട്ടിൽ പഠിച്ച പോലെ. അപ്പോൾ ഇനിഷ്യലി നമ്മളെ കപ്പാസിറ്ററിൻ്റെ ചാർജ് -2 VS ആണ് ഇവിടെ എഴുതിയത് നിങ്ങൾക്ക് കാണാം. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതെന്താവും? -2 VS എന്നുള്ളത് 0 വോൾട്ടിലേക്ക് എത്തും അല്ലേ? പിന്നെ +VS എത്തി അവിടെ നിൽക്കും.
പ്ലസ് വി എസിലേക്ക് എത്തുന്നതിനൊപ്പം തന്നെ ഇൻഡക്ടറിൽ നിന്നുള്ള വോൾട്ടേജും കൂടി കപ്പാസിറ്ററിലേക്ക് വരും. ഇൻഡക്ടറിന്റെ കയ്യിൽ ഒരു വി എസ് ഉണ്ട്. സോ യു വിൽ ഗെറ്റ് വി എസ് പ്ലസ് വി എസ് 2 VS കിട്ടും. അപ്പോൾ പ്ലസ് 2 VSലേക്ക് ഇതെന്തായി? ചാർജായി. അത് ചാർജ് ആവുന്ന പൊളാരിറ്റി എങ്ങനെയായിരിക്കും? നമുക്ക് ഇത് പ്ലസ് ആണ് അല്ലേ? സോ ഈ പോയിന്റ് പ്ലസ് ആണ്. സോ ദാറ്റ് ഇൻഡക്ടറിന് ഇവിടെ പോസിറ്റീവ്, ഇവിടെയും പോസിറ്റീവ് വരും. അപ്പം കപ്പാസിറ്ററിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ട്രോങ് പ്ലസും ഇവിടെ ഒരു സ്ട്രോങ് മൈനസും ആണ്. ഈ ഒരു തൈറിസ്റ്റ് T1 മാത്രം നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആനോഡിന് കിട്ടിയിരിക്കുന്നത് മൈനസും കാഥോഡിന് കിട്ടിയിരിക്കുന്ന പോസിറ്റീവും ആണ്. സോ ദാറ്റ് ഇത് എന്താവും? കമ്മ്യൂട്ടേറ്റഡ് ആവും അല്ലേ? കമ്മ്യൂട്ടേഷൻ നടക്കും. അങ്ങനെ നമ്മളുടെ T1 എന്തായി പോവും? ഓഫായി പോവും. അപ്പോൾ T1 ഓഫായ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? T2 ഓൺ ആക്കണം. അപ്പോൾ അത് നമ്മൾ മാനുവലി ട്രിഗറിങ് തന്നെ ചെയ്യണം. T2 നമ്മൾ ഓൺ ആക്കി. അപ്പോൾ T2 ഓൺ ആക്കുമ്പോൾ കറണ്ടിന് മറ്റൊരു വഴിയാണുള്ളത്. കറണ്ട് എങ്ങനെയാണ് പോവുക? ഇങ്ങനെ വന്ന് ഇതിലെ ഇറങ്ങും അല്ലേ? യെസ്, ഇതിലെ ഇറങ്ങി T2 വന്ന് കപ്പാസിറ്ററിനെ അത് ചാർജ് ചെയ്യിപ്പിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയാണ് പോകുന്നത്. കണ്ടില്ലേ? ദിസ് ഇസ് ദ പാത്ത്. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? നേരത്തെ കോയിൽ എ ഓയിലൂടി ഏത് ഡയറക്ഷനിലാണ് പോയത്? ഈ ഡയറക്ഷനിലാണ് പോയത്. ഇപ്പം ബി ഓയിലൂടി ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. സോ ഇത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വഴി കപ്പിൾ ചെയ്ത് ഈ RL ഉണ്ടാവുന്ന കറണ്ടും എങ്ങനെ തന്നെയായിരിക്കും? ഇതേപോലെ രണ്ട് ഡയറക്ഷനിലുള്ളതായിരിക്കും. ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പം അവിടെയും നമ്മൾ എന്തായി? നമ്മളൊരു ബൈ ഡയറക്ഷണൽ കറണ്ട് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തു, അല്ലെങ്കിൽ നമ്മളൊരു AC കറണ്ട് ഉണ്ടാക്കിയെടുത്തു. എന്ത് വെച്ച്? ഈ ഒരു DC ബാറ്ററി വെച്ചിട്ട്. ഇനി കപ്പാസിറ്റർ എങ്ങനെ വർക്ക് ചെയ്യും? കപ്പാസിറ്റർ വർക്കിംഗ് സെയിം തന്നെ. ഇപ്പം ഇരിക്കുന്നത് മൈനസ് പ്ലസ്സിലാണ് അല്ലേ? അപ്പം ഇതിലെ ലോഡ് കറണ്ട് ഇങ്ങനെ പോകുന്നതിന് കൂടെ തന്നെ ഇങ്ങനെയും അത് ചാർജ് ആവുന്നുണ്ട്. പക്ഷെ ഇപ്പം കപ്പാസിറ്ററിന് കിട്ടുന്നത് എന്താണ്? പ്ലസ് ആണ് കിട്ടുന്നത് അല്ലേ? ഇതിൻ്റെ പോസിറ്റീവാണ് ഇങ്ങനെ വന്ന് ഈ കപ്പാസിറ്റർ പ്ലേറ്റിലേക്ക് വരുന്നത്. സോ അതായത് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ കപ്പാസിറ്റർ എങ്ങനെ ചാർജ് ആവും? മൈനസ് പ്ലസ് ഉള്ളത് നേരെ തിരിഞ്ഞ് പ്ലസ് മൈനസ് ആവും. പ്ലസ് മൈനസ് ആയി കഴിഞ്ഞാൽ ഈ T2 എന്ന് പറയുന്ന തൈറിസ്റ്ററിനെ സംബന്ധിച്ച് അതിൻ്റെ ചാർജ് എങ്ങനെ മാറി? ഇതായി ഇങ്ങനെ മാറി, പ്ലസ് മൈനസ് ആയി. അപ്പോൾ അത് അതിനെ റിവേഴ്സ് ബയസ് ചെയ്യിപ്പിക്കും. ശരിയല്ലേ? അതായത് അതിൻ്റെ ആനോഡിന് ഇപ്പോൾ കിട്ടുന്നത് നെഗറ്റീവും കാഥോഡിന് കിട്ടുന്നത് പോസിറ്റീവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ T2 എന്താവും? അതിനും എന്ത് നടക്കും? കമ്മ്യൂട്ടേഷൻ സംഭവിക്കും. ഓക്കെ, അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? T1 ഓൺ ചെയ്യും. അപ്പോൾ T1 ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ഈ പറഞ്ഞ കഥകൾ മുഴുവനും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പാരലൽ ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നത്. വി ആർ ആക്ച്വലി സീക്കിംഗ് ദ ഹെൽപ്പ് ഓഫ് എ ട്രാൻസ്ഫോമർ ഹിയർ. ആ ട്രാൻസ്ഫോമറിന് പ്രത്യേകത എന്താണ്? ഇതൊരു രണ്ട് ഇതിൻ്റെ കോയിൽസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. യെസ്, അപ്പം ഈ ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റെസൊണന്റ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് അത് ആ ചാർജ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് കപ്പാസിറ്റർ അതിനെ കമ്മ്യൂട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്, സൈലൻ്റ് ആക്കിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻറ്റ് എങ്ങനെയാണ് കണക്ട് ചെയ്തത് എന്നതിനെ ബേസ് ചെയ്താണ് ബേസിക്കലി സീരീസും പാരലും ആവുന്നത്. ഈ ഇൻഡക്ടർ ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്താണ്? നമുക്കൊരു സ്റ്റഡി കറണ്ട് ഫ്ലോ കിട്ടും. ഓക്കെ, സ്റ്റഡി കറണ്ട് ഫ്ലോ. സോ നമുക്കറിയാം ഇൻഡക്ടർ കറണ്ട് ഫ്ലോയിലുള്ള ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ കറണ്ട് ഫ്ലോയിലുള്ള ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേറെ രീതിയിൽ എങ്ങനെ പറയാം? സ്റ്റഡി ആയിട്ടുള്ള കറണ്ട് അല്ലേ? സ്റ്റഡി കറണ്ട് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ചോദിക്കാറുണ്ട്. ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരലൽ ഇൻവെർട്ടറിൽ നമ്മൾ ബാറ്ററിക്ക് സീരീസ് ആയിട്ട് നമ്മളൊരു ഇൻഡക്ടർ കണക്ട് ചെയ്യുന്നത്. സോ ഇതാണ് പാരലൽ ഇൻവെർട്ടറിൻ്റെ വർക്കിംഗ്. അതിനും മോഡ് 1, മോഡ് 2, മോഡ് 3 എന്ന് പറഞ്ഞ് 3 മോഡുകളുണ്ട്.
നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോഡ് 2 നടുക്കുള്ള മോഡ്, ആ മോഡിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. യെസ്. പിന്നെ ഇവിടെ ഈ കാണുന്നത് കപ്പാസിറ്ററിൽ നിന്നുള്ള ഡിസ്ചാർജ് ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ഇത്തരത്തിലുള്ള ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു ബെൻഡ് കപ്പാസിറ്ററിന്റെ കറണ്ടിന്റെ വേവ് ഫോമിൽ വരുന്നത്. ഓക്കെ, യെസ്. സോ നമ്മൾ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഔട്ട്പുട്ട് വേവ് ഫോം. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഏകദേശം ഒരു AC-ന്റെ രൂപത്തിൽ നമ്മൾ അതിനെ സിംഗിപ്പിക്കുകയാണ് അല്ലേ, പ്ലസ് വി എസ് മൈനസ് വി എസ് എന്ന് പറഞ്ഞ് സിംഗിപ്പിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ഓൾമോസ്റ്റ് an AC അല്ലേ. യെസ്. സോ അതാണ് നമ്മളെ പാരലൽ ഇൻവെർട്ടർ. ഇപ്പം 3 മോഡുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള നോട്ട്സ് സിമിലർ ആണ് കേട്ടോ. യെസ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3 ഫേസ് ഇൻവെർട്ടർ ആണ്, അല്ലെങ്കിൽ 3 ഫേസ് അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ഇൻവെർട്ടർ. അപ്പം 3 ഫേസ് ഇൻവെർട്ടർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് 3 ഫേസ് ഷിഫ്റ്റ് ഉള്ള വേവ് ഫോംസ് സൈമിൾട്ടേനിയസ്ലി ഉണ്ടാക്കാൻ പറ്റും. സോ വിച്ച് ഈസ് നത്തിങ് ബട്ട് 3 ഫേസ്. സോ ഇതിന്റെ ഡെഫിനേഷൻ വായിച്ചു നോക്കുക. 3 ഫേസ് ഇൻവെർട്ടർ ഈസ് എ ഡിവൈസ് that converts DC source into 3 phase AC output. സ്വിച്ചിങ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പവർ റിക്വയർമെൻറ്റ് ഓഫ് ദ AC നമുക്ക് മോസ്ഫെറ്റ് ഉപയോഗിക്കാം, നേരത്തെ പറഞ്ഞ പോലെ IGBT നമ്മൾ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ SCR നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളുടെ സോളാർ പാനലുകളിലാണ്. നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സോളാർ പാനലുകളിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ആക്ച്വലി 3 ഫേസ് ബാർ സിംഗിൾ ഫേസ് എന്ന് കൊടുക്കണമായിരുന്നു. ഞാൻ 3 ഫേസിൻ്റെ എക്സാമ്പിൾ കൊണ്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ അപ്പം നമുക്ക് സിംഗിൾ ഫേസ് അതിൻ്റെ കൂടെ നമുക്ക് പഠിച്ച് കിട്ടുമല്ലോ. ലൈക്ക് സിംഗിൾ ഫേസ് പഠിച്ച് 3 ഫേസ് പഠിക്കുന്നതിന് നല്ല ഒറ്റയടിക്ക് നിങ്ങൾക്ക് 3 ഫേസ് തന്നെ സൈക്കിളോ കൺവേർട്ടറൊക്കെ നിങ്ങൾ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. യെസ്. അപ്പോൾ ഫോട്ടോ വോൾട്ടായിക് സെല്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്, സോളാർ സെല്ല് തന്നെയാണ്. യെസ്. അപ്പോൾ ഇതിൻ്റെ ബേസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് 3 ഇൻഡിവിജ്വൽ ഇൻവെർട്ടർ സ്വിച്ചസ് വിത്ത് ഈച്ച് സ്വിച്ച് ഈസ് ഡെഡിക്കേറ്റഡ് ടു 1 ഓഫ് ദ 3 ഔട്ട്പുട്ട് ഫേസസ്. 3 ബേസിക് സ്വിച്ചിങ് നമ്മൾ ചെയ്യും. ഒരു സ്വിച്ചിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 മൊഡ്യൂളുകളാണ് ആവശ്യം. അത് എന്താണ് അങ്ങനെ പറയുന്നത് എന്നുള്ള അടുത്ത സ്ലൈഡിൽ നമുക്ക് മനസ്സിലാവും. യെസ്. അങ്ങനെ നമുക്ക് വളരെ പ്രിസൈസ്ലി കൺട്രോൾഡ് ആയിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ എത്ര ഡിഗ്രി ആണ് 3 ഫേസിൻ്റെ ഫേസ് ഷിഫ്റ്റ് നമ്മൾ AC വരുന്നതനുസരിച്ച് 120 ഡിഗ്രി ആണ് അല്ലേ. 120 ഡിഗ്രി വേരിയേഷനിലാണ് RGY നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ അതേ ഒരു ഫേസ് ഡിഫറൻസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ പ്രോപ്പറായിട്ട് തൈറോസ്റ്റുകളെ ട്രിഗർ ചെയ്യിപ്പിച്ചും കമ്മ്യൂട്ട് ചെയ്യിപ്പിച്ചും നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.